ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. എപ്പോഴും മോഹനായിരിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നു. ആദ്യമായി വന്ന ഒരു അധ്യാപകൻ അവനെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവനോട് ചോദിച്ചു, എന്താണ് നീ മാത്രമൊന്നും മിണ്ടാതെ മോഹനായിരിക്കുന്നത്? കുട്ടി പറഞ്ഞു, എനിക്ക് സംസാരത്തിൽ കൂടി ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരും. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാറില്ല. ഇനിയും തെറ്റ് പറ്റരുതല്ലോ. ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അധ്യാപകൻ ഈ കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ വന്നയുടനെ അദ്ദേഹം ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കൊടുത്തു. അതൊരു കവിൾ കുടിച്ചപ്പോൾ അവൻ്റെ മുഖത്തൊരു വ്യത്യാസമുണ്ടായി. അധ്യാപകൻ അവനോട് ചോദിച്ചു, എന്തു പറ്റി? നാരങ്ങ വെള്ളം ഇഷ്ടപ്പെട്ടില്ലേ? ഉടനെ അവൻ പറഞ്ഞു, അതിന് ഉപ്പ് കൂടുതലായിട്ടുണ്ട്. ഉടനെ അധ്യാപകൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങി കളയാൻ ഭാവിച്ചു. ഉടനെ അവൻ പറഞ്ഞു, സാറേ, അത് കളയണ്ട, കുറച്ച് മധുരം കൂടി ചേർത്താൽ മതിയല്ലോ എന്ന്. ഉടനെ അധ്യാപകൻ പറഞ്ഞു, നാരങ്ങ വെള്ളത്തിന് ഉപ്പ് കൂടിയപ്പോൾ അതിനെ കളയാതെ സ്വല്പം മധുരം കൂടി ചേർത്താൽ മതിയെന്ന് എനിക്കറിയാം. ഇതെല്ലാം നിൻ്റെ ജീവിതത്തിലും കാണിക്കേണ്ടത്. ഒരിക്കൽ സംസാരത്തിൽ പിഴവ് പറ്റിയാൽ പിന്നീട് സംസാരിക്കാതെ ഇരിക്കുന്നതാണോ പ്രതിവിധി? അതോ വീണ്ടും തെറ്റ് വരാതെ ജാഗ്രത പുലർത്തുകയാണോ വേണ്ടത്? ഈ സംഭവം ആ കുട്ടിയുടെ കണ്ണു തുറപ്പിച്ചു. പിന്നീട് അവൻ ക്ലാസ്സിൽ ഒന്നാമനായി തീർന്നു. എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം? ഒരു തെറ്റും വരാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? തെറ്റിനെ ഭയപ്പെടുന്നവർ ഒന്നിനും ഒരുമ്പെടാറില്ല. ഒരു കോട്ടവും തട്ടാതിരിക്കുവാനുള്ള എളുപ്പമാർഗം ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ. അങ്ങനെയുള്ളവർ തുരുമ്പെടുത്ത് നശിക്കുകയുള്ളൂ. ഒരു വൃക്ഷത്തിൻ്റെ ഒരു ചില്ല തകർന്നു പോയാൽ വീണ്ടും അത് തളിർക്കാതെ ഇരിക്കുമോ? എന്നാൽ ഞാൻ എന്ത് ചെയ്താലും ദുരിതമേ ഉള്ളൂ എന്ന് വിലപിച്ച് നിരാശരായി കഴിയുന്നവരുണ്ട്. ഇതിലും വലിയ അപകടം വരുമെന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിട്ടിരിക്കുന്നവരുമുണ്ട്. ഈ കൂട്ടർക്ക് ഒന്നും ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ജീവിതപാതയിൽ കോട്ടങ്ങൾ സംഭവിച്ചാലും അതിൽ കൂടി മുന്നേറ്റ സാധ്യതകൾ കാണുന്നവർക്ക് ഓരോ നഷ്ടങ്ങളും ഓരോ പാഠങ്ങളാണ്. ആദ്യമായി ചെയ്യുമ്പോൾ ചിലപ്പോൾ അരുതാത്തത് സംഭവിക്കുന്നത് സ്വാഭാവികമാണല്ലോ. പറ്റിയ തെറ്റ് തിരുത്തുകയും പിന്നീടത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആണ് ജീവിത വിജയം കരസ്ഥമാക്കുന്നത്. ഷേക്സ്പിയർ പറയുന്നു, പരാജയങ്ങളെ ഓർത്ത് ബുദ്ധിമാന്മാർ വിലപിക്കാറില്ല, പകരം അവയ്ക്കുള്ള പരിഹാരമാർഗം അവൻ ശരിയായി ആലോചിക്കുമെന്ന്. അങ്ങനെ അവർ ജീവിതത്തിൻ്റെ വിജയം വരിക്കുകയും ചെയ്യും. നമുക്കും തെറ്റുകൾ വന്നുപോയാൽ പിന്മാറ്റത്തിലേക്ക് പോകാതെ അത് തിരുത്തി സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കാം. അതിനുള്ള വിവേകം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു.